സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കു വരുവാൻ നിൻകു പാവലികൾ ഉണ്ടാകയെങ്കലിത നാരായണായ നമ. കിടപ്പ് കണ്ടില്ലേ? പ്രഭേ, പള്ളി ഉണർത്തുന്ന കേട്ടില്ലേ? എണീക്കാൻ എണീക്കാൻ. ഇപ്രാവശ്യവും സയൻസിന് കോഴിമുട്ട തന്നെ. ഞാൻ സഹിച്ചു. സഹിച്ചോ?
മുറി ലൈറ്റ് കാണുന്നു. പ്രിയ പഠിക്കാൻ എഴുന്നേറ്റെന്നാ തോന്നുന്നു. വിടൂ. നമ്മളും പിള്ളേരെ വാ. വരുന്നില്ല. ഓ, ഫാമിലി പ്ലാനിന്റെ ഓഫീസറായിരിക്കും. പ്ലാന് നമ്മൾ 2 നമുക്ക് 2 എന്നാണ് പ്രമാണം. ഇവിടെയോ നമ്മൾ 2 നമുക്ക് 4 എന്നിട്ടുണ്ടോ ഒരു തൃപ്തി? ദൈവം തരുന്നു, നാം വാങ്ങുന്നു. എന്നാല് ആ ദൈവത്തെ ധ്യാനിച്ച് കണ്ണടച്ച് കിടന്നോളാം. വീട്ടു നല്ല കുട്ടിയല്ലേ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ. ഈ നരകത്തിൽ എന്നെ കരകയറ്റിയിടണം. തിരുവയ്ക്കം വാഴും ശിവശംഭോ, ശിവശംഭോ ശംഭോ, ശിവശംഭോ ശംഭോ. ആഹാ, കൊച്ചു തമ്പുരാട്ടി എഴുന്നേറ്റിട്ടില്ലേ? എടി പ്രഭേ, എടി എഴുന്നേക്ക്, എടി എഴുന്നേക്ക്, എഴുന്നേക്ക്. ഓ, ഒരു കുമ്പാരണ സേവ. ഞാൻ ഒരുപാട് വിളിച്ചാണല്ലോ. മുഖമാണെങ്കിൽ ഒരു അടി വെച്ച് കൊടുക്കരുതായിരുന്നു. എഴുന്നേക്കടി, ആ എഴുന്നേക്ക്, വാ ഒന്ന് പുസ്തകം എടുത്ത് വെച്ച് പഠിക്ക്. നിഷേധി, വാ. ആ ഇരിക്കെ, പഠിക്കേ. ഓ, ഫിലിം ഫെയർ, ഇവളുടെ ഒരു സിനിമ. പഠിക്കടി. വല്യേച്ചി പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. വല്യേച്ചി പിടിച്ചോ. ഉണ്ണി പിടിച്ചോ. ഉണ്ണി എന്താ സ്വപ്നം കണ്ടോ? പട്ടത്തിന്റെ നൂല് പൊട്ടിപ്പോയി. ആ, നേരം വെളുത്തു, എണീക്ക്. എനിക്ക് ആദ്യം പോകണം. ഞാനല്ലേ ആദ്യം വന്നത്? എനിക്ക് ആദ്യം തോന്നിയത്. നിനക്ക് അങ്ങേ മുറിപ്പോ കൂടെ? കൊച്ചേച്ചിക്ക് അവിടെ പോയിക്കൂടെ? നീ എന്താ പ്രഭേ എപ്പോഴും ഇവനോട് ഇങ്ങനെ വഴക്കിടുന്നത്? നീ കൊച്ചുകുട്ടിയാണോ? ചേച്ചിക്ക് അല്ലെങ്കിൽ എന്നെ ഇഷ്ടമല്ല. ഒരു സൈഡ് പിടുത്തം. ഏത് സമയത്തും തമ്മിത്തല്ല തന്നെ. ഓ, പൂവിന് കോപം വന്നാലത് മുള്ളായി മാറുമോ തങ്കമണി. വല്യേച്ചി മതി. വയസ്സ് 7 കഴിഞ്ഞു. ഇപ്പോഴും കക്കൂസി പോയാൽ വലിയേച്ചി എന്ന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ചെറുക്കനെ വഷളാക്കി കളഞ്ഞു. കൊഞ്ചിക്കാൻ മാത്രമല്ല, ശിക്ഷിക്കാൻ അവൾക്കറിയാം. മാനിന് കോപം വന്നാലത് പുലിയായി മാറുമോ തങ്കമണി. മതി, വന്ന് വെള്ളം ഒഴിച്ചതാ. വല്യേച്ചി ദാ വരുന്നുണ്ണി. ഞാൻ ഈ സാരി ഒന്ന് മാറ്റിക്കോട്ടെ. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. അത് ഓഷ്ടി പിന്നെ സഹിക്കാം. നായയുടെ മോങ്ങല് പോലുള്ള ശബ്ദമാ തീരെ സഹിക്കാൻ മേലാത്തത്. ശബ്ദം ഇത്തിരി കൂടുതലാന്നേ. കാരണം എന്താണെന്ന് അമ്മച്ചിക്ക് അറിയാവും. എന്തുവാടാ? അങ്ങോട്ട് നോക്കി. അത് ആ കൺട്രാക്ടർ കിഷോകുമാറിന്റെ മക്കളല്ലയോടാ? അതെ. ഉണ്ണി അങ്ങോട്ട് നോക്കാതെ നടക്കും. എന്താ ചേച്ചി? അത് ഭ്രാന്തന്മാർ താമസിക്കുന്ന വീടാണെന്നേ. ദേ കണ്ടില്ലേ ഒരുത്തൻ ടെറസിൽ നിന്ന് കാണിക്കും. ആ ജനലിലൂടെ നിൽക്കുന്ന അമ്മൂമ്മയ്ക്കും ഭ്രാന്താണ്. എവിടെ? അവരിവിടുത്തെ വാർഡനായിരിക്കും. നടക്ക്. എന്റെ കപ്ലിങ്സ് ഇവിടെ ഡ്രസ്സിംഗ് ടേബിളിൽ കാണും.
അതിലില്ല ശ്രീമതി, അതിന്റെ അകത്ത് കയറി നോക്കി. എനിക്ക് അറിഞ്ഞൂടാ. ഇതാച്ചാ വേണ്ട, വേണ്ട, ഞാൻ ഇട്ട് തരാം. വല്യേച്ചി ഈ സാക്സ് ഇട്ടേരൂ. ദാ വരുന്നു. ഇങ്ങ് വാ, ഞാൻ ഇട്ടുതരാം. വേണ്ട, എനിക്ക് വല്യേച്ചി ഇട്ടെന്നുള്ളൂ. എന്താ നിന്റെ വല്യേച്ചിയെ പൊന്നുകൊണ്ടുണ്ടാക്കിയതാണോ? എല്ലാത്തിനും ഒരു വല്യേച്ചി. മാറി, ഞാൻ ഇട്ട് കൊടുക്കാം. ഓ, ഈ വീട്ടിലൊരു സാധനം വയ്ക്കുന്നിടത്ത് കാണില്ല. എന്താ ഇപ്പൊ കാണേണ്ടത്? എന്റെ മാത്സ് ഹോംവർക്ക്. ഉണ്ണി, എന്താ അത്ര ചിരിക്കാൻ? വല്യേച്ചി, ഈ സിനിമയുടെ പരസ്യത്തിലൊക്കെ എന്തിനാ ഈ വല്യ കൊടുത്തിരിക്കുന്നത്? അടൻസുള്ളി. അടൻസുള്ളി? ആ, കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത സിനിമ. അതായത് ഈ യക്ഷിയുടെയും പ്രേതത്തിന്റെ ഒക്കെ കഥയില്ല, അതൊക്കെ അടൻസുള്ളി. അതാണ്. ആരാ പറഞ്ഞത്? ആണും പെണ്ണും തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന സീൻസ് ഒക്കെ ഒരുപാടുള്ളത് അടൻസുള്ളി. ആണോ വല്യേച്ചി? പ്രഭേ, നിന്നോടാരാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്നാ ഞാൻ അച്ഛനോട് ചോദിച്ചു. പിരീഡ് അവിടെ. അച്ഛൻ അയ്യോ, എന്താ അച്ഛനോട് ചോദിച്ചോ? ഇല്ല. അവിടെയും അടൽസുള്ളിയ. ഇങ്ങോട്ട് നീങ്ങി, അവിടെ ചേച്ചിക്കിരിക്കണം. ഞാൻ സൈഡിലായിരിക്കണം, ചേച്ചി ഇങ്ങോട്ട് നീങ്ങി കൊടുക്ക്. ആഹാ, എനിക്ക് സൈഡിലിരിക്കണം. എന്നാ എനിക്ക് സൈഡ് വേണം. നീ കൊച്ച, നീ നടക്കിരുന്നാ മതി. ആഹാ, ഞാൻ കൊച്ചൊന്നാളെ. ഇന്നലെ ടീച്ചർ പറഞ്ഞല്ലോ എനിക്ക് നല്ല പൊക്കം വെച്ചെന്ന്. അടങ്ങിയിരുന്നില്ലെങ്കിൽ രണ്ടിനും കിട്ടും പറഞ്ഞേക്കാം. എന്താ പ്രഭ ഇത്? അവൻ നിന്റെ അനിയനല്ലേ? നിനക്കൊന്ന് വിട്ടുകൊടുത്ത എന്താ? എല്ലാവർക്കും എന്നോടോ ദേഷ്യം. ആർക്കും എന്നെ കണ്ടൂടാ. ഉണ്ണിക്കും ചേച്ചിക്ക് എന്തു ആവാം. നീ കരയണ്ട, സൈഡിൽ തന്നെ ഇരുന്നോളൂ. ഞാൻ നടുക്കിരുന്നോളാം. പോരെ? അമ്മേ, ഞാൻ അമ്മയുടെ ബാഗിൽ നിന്ന് 10 രൂപ എടുത്തിട്ടുണ്ട്. ശരി. റെക്കോർഡിനെന്നും പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയല്ലേ നീ 200 രൂപ വാങ്ങിച്ചത്? അയ്യോ മുത്തശ്ശി, അത് കെമിസ്ട്രി റെക്കോർഡല്ലേ, ഇത് ഫിസിക്സ്. ആ കുന്തത്തിന്റെ പേര് നീ അന്ന് പറഞ്ഞതാ. അന്ന് പറഞ്ഞ ഫിസിക്സ് വേറെ, ഈ ഫിസിക്സ് വേറെ. അതുകൊണ്ടാ. ഒരു പേരിൽ തന്നെ 2 വിഷയമുണ്ടോ? പിന്നില്ലേ. ഷോ, ഇതിനാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞ തലമുറ കോളേജ് പാത്തിന്റെ ഫലം ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നു. നിന്റെ അച്ഛൻ സിംഗപ്പൂരിലെ എസ്റ്റേറ്റിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയാ. ആ ഓർമ്മ വേണം. ചോദിക്കുമ്പോഴൊക്കെ രൂപ എടുത്തു വന്ന് ഞാൻ നിന്നെ ചീത്തയാക്കുന്നെന്നാ അവൻ പറയുന്നത്. എന്റെ അച്ഛൻ മുത്തശ്ശിയുടെ മകനല്ലേ? അതെ. പിന്നെ എങ്ങനെ വിവരം ഉണ്ടാകാനാ? അത് ശരിയാ. എന്താടാ നീ പറഞ്ഞത്? എനിക്ക് വിവരമില്ലെന്നോ? നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കുന്നുണ്ടടാ. അധികം ഇവിടെ വാടാ. എടാ, ഇവിടെ വാ. മുത്തശ്ശി, വെറുതെ കിടന്ന് ഓടണ്ട. ആ പഴയ ഇവിടെ നിൽക്കാൻ. പ്ലീസ്. Very sweet, no? മുത്തശ്ശി, പ്ലീസ്, ആ പഴയ കൂട്ടുന്ന കളി ഞാനിപ്പോ തുടരും. കൊള്ളാമടാ. ഇന്ന് ഞാൻ ശരിയാക്കണ. എടാ, ഇവിടെ വരാ.
ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ജയഭാരതി മരത്തിന്റെ പുറയിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നു. എന്തെങ്കിലും തരണേ, എന്തെങ്കിലും തന്നിട്ട് പോടേ അമ്മ, വല തരണേ അമ്മ, അമ്മ വല തരണേ, എന്തെങ്കിലും തന്നിട്ട് പോടേ അമ്മ. പൈസ. അയ്യോ പാവം, കുഷ്ഠരോഗിയാണെന്നാ തോന്നുന്നേ. വാണ്ടി നമുക്ക് പോവാം, ഇത് പകർച്ചവ്യാധിയാ. ആ ഹൃദയം തന്നിട്ട് പോണേ കരുണയുള്ളവളെ. മിസ്റ്റർ സുനിൽ, ഞാൻ കരുണയില്ലാത്തവളും സദാ ചെരുപ്പ് ധരിക്കുന്നവളും ആകുന്നു. മേലിൽ വഴിയിൽ നിന്നിങ്ങനെ വിളച്ചിൽ കാണിച്ചാൽ ചെരുപ്പ് കർണത്ത് വീഴും. വെറുതെ വയസ്സുകാലത്ത് ആ മുത്തശ്ശിക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത് കേട്ടോ. നിർത്തേ. ഇവള് വളയുന്ന ലക്ഷണമില്ലല്ലോ. നോക്കാം. ഞാനിരിക്കുന്ന സീറ്റ് അത് മാറവിടുന്ന്, ഇല്ലെങ്കിൽ ഞാൻ കസേര തള്ളിയാണോ? എനിക്ക് നിന്നെ തലഞ്ഞ അടിച്ചു പൊട്ടിക്കും. ഒന്ന് കാണാമല്ലോ. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, എന്റെ കൃഷ്ണ, ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എന്നെ വിളിച്ചോ? ഈ പിള്ളേരെ ഒരു നിലയ്ക്ക് നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ എങ്ങോട്ടെങ്കിലും ഞാൻ ഇറങ്ങി പോവാം. ഇങ്ങനെയുണ്ടോ ഒരാവശ്യന്റെ? അവര് വിട്. എടി, നിന്നോടാ പറഞ്ഞത് ചേച്ചിനെ ഉപദേശിക്കാൻ വരണ്ട. എടി, അവള് പറഞ്ഞ നീ അനുസരിക്കില്ല അല്ലേ? അവള് നിന്റെ ചേച്ചിയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവന്റെ ചേച്ചിയല്ലേ? ആ ചേച്ചി പൂച്ചി. നിർത്ത് കൊച്ചുകൂട്ടാ, ആ പത്രം കൊണ്ട് എടുത്തോണ്ടോ. പ്രഭേ, ഞാൻ അങ്ങോട്ട് മാറി നിൽക്ക്. ഞങ്ങൾ ഊണ് കഴിച്ച് കഴിയുന്നവരെ അവിടെ നനങ്ങരുത്. ഉണ്ണി, നീ ആ മൂലയിലെ കസേരയിൽ പോയിരുന്ന് പത്രം വായിക്കണം. ഞങ്ങൾ ഊണ് കഴിച്ച് കഴിയുന്നത് വരെ. മനസ്സിലായോ? ഓ, നീ എന്താ എഴുന്നേറ്റത്? ഞാൻ പിന്നെ ഉണ്ണിയുടെ കൂടെ കഴിച്ചോളാം. അവർ രണ്ടുപേരും തനിച്ചിരുന്ന് കഴിച്ചോളും. സാർ ഇരിക്കണം, പക്കാലത്തൊന്നും പിടിക്കണ്ട. പ്രിയ 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 ഇരിക്കണം. എപ്പോ നോക്കിയാലും പ്രിയ. പ്രിയക്ക് എന്ത് രണ്ട് കൊമ്പുണ്ടോ? എന്താണ് പിറുപിറുക്കുന്നത്? അരിയും തിന്നു ആശാരിച്ചും കടിച്ചു, എന്നിട്ട് നായ്ക്ക് മുറുമുറുപ്പോ? ഉണ്ണി, പത്രം വായിക്കടാ. മാതൃഭൂമി 1980 ജൂൺ 23 തിങ്കളാഴ്ച. താഴെ ഒരു വലിയ വര. പെൺ മേധാവിത്വത്തിന് ഒരു ഇടവേള, ഒരു വലിയ ചോദ്യചിഹ്നം. സ്വന്തം ലേഖകൻ, തിരുവനന്തപുരം ജൂൺ 22. കുത്ത്. വനം കൊള്ള നടക്കുന്നു, അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഉണ്ണി സാർ, പത്രം വായിച്ചത് മതി. എഴുന്നേറ്റ് ഉണ്ണടാ. നീ വാ. പ്രിയേ, ഇവരെ വിളിച്ചുകൊണ്ട് പോയി കളിപ്പിക്കേ. ഞാൻ ഈ പ്ലാൻ ഒന്ന് നോക്കട്ടെ. അച്ഛനും വാ കളിക്കാൻ. നമ്മളും കളിക്കാം. പിന്നെ അച്ഛൻ കൊച്ചു കുഞ്ഞല്ലേ കളിക്കാൻ. മിനി ഇവിടെ ഉണ്ണി നിനക്ക് തല്ലുകൊള്ളും കേട്ടോ. ഏത് സമയത്തും ടെൻഡറും പ്ലാനും തന്നെ. അച്ഛന് വേണ്ടി ഒരു റെസ്റ്റ്. അച്ഛാ അച്ഛാ, നമുക്ക് ഡോങ്കി കളിക്കാം. ഒറ്റയ്ക്ക് ഡോങ്കി, ഞാൻ അജമായി കളിക്കാം. പറ, നീയാ ഡോങ്കി. തർക്കം വേണ്ട, ഞാൻ തന്നെ ഡോങ്കി. ആ നിർത്ത്. അത് അച്ഛന് എഴുന്നേറ്റു. ഇന്ന് എന്തെങ്കിലും സംഭവിക്കും. ശരി, നമുക്ക് കളിക്കാം. നാണമില്ലേ ഈ വയസ്സുകാലത്ത്? വയസ്സോ? നിനക്കാ വയസ്സായത്? ഞാനിപ്പോഴും പയ്യൻ തന്നെ. അമ്മയും കൂടെ വാ, നമുക്ക് കൂനാൻകുട്ടിയും ചക്കരക്കുട്ടിയും കളിക്കാം. ഞാനോ ചുമ്മാ തിരി പിള്ളേരെ. ഒന്ന് വരും അമ്മേ. വാ വാ ഉണ്ണി. അത് എന്റെ ജോലിയല്ല ഹേ. സാധനങ്ങൾ ഇറക്കിട്ട് പണം തരണ ഹേ. ബൈ ബൈ
ബ്രദർ ബ്രദർ ബ്രദർ. ക്ഷമിക്കണം, എന്താ പേര്? ബായിന്നും ബ്രദറിനൊന്നുമല്ല, പിന്നെ? സുനിൽ. ഓ, സുനിൽ. അച്ഛാ, സുനിൽ. അരെ ഞങ്ങളിവിടെ പുതിയതായി വന്ന താമസക്കാരാ. ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ? പെട്ടി, പെട്ടി. പതുക്കെ പതുക്കെ. സുനിൽ ഭായ്, ഞങ്ങളെ അങ്ങ് നോർത്തിലായിരുന്നു. ഈ 10-20 വർഷം ഹിന്ദി സംസാരിച്ച് മലയാളം മറന്നുപോയി കാണും. സുനിൽ ഭായ്, വീട് എവിടെയാ? ഇവിടെ അടുത്താ. ഇവിടെ അടുത്ത? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും മുത്തശ്ശിയും മാത്രം. അപ്പൊ എന്നെ പോലെ തന്നെ മാനയും ബാപ്പിനെയും ഷാദിനെയും എന്റെ അച്ഛനും അമ്മയും അങ്ങ് സുഖമായിട്ട് സിംഗപ്പൂരിൽ കഴിയുന്നു. സിംഗപ്പൂരിലോ? ആ, അതെന്താ അങ്ങനെ? വിശദമായി പിന്നീട് ഒരു ദിവസം പറയാം. ബൈ. ബൈ ബൈ. ബായ് ബായ്. പോയോ? ആ ചെറുക്കനെ ഇതൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് പോയാൽ എന്താ? എന്താ? അതാ നന്നാവാത്തത്. അപ്പേ എന്റെ പണം തരണം, എനിക്ക് പോണേ. ഞാൻ പോയില്ലേ? സുഹൃത്തുക്കളെ, നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ബഡേ ഗുലാം അലി ഖാൻ അവരുടെ നോർത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ കച്ചേരി. क्या करूं सजनी, आए न बालन, क्या करूं सजनी, आए न बालन। वाह वाह। खोज रही है किया पर्दे की आँखियाँ, आए न बालन, क्या करूं सजनी, आए न बालन। जब भी कोई आहत होई मनवा मोरा था है, देखो कहीं दूटे नहीं प्रेम की ये बाग എക്സലന്റ്. है मतवाई। ഹലോ. ഹലോ അങ്കിൾ, ഹൗ ഡു ഡു? അങ്കിൾ എന്നെ മനസ്സിലായില്ലല്ലേ? ഐ എം സുനിൽ, സുനിൽ മേനോൻ. ബൈ ദ വേ, ആന്റി എവിടെ? ഓ, കിച്ചണിലായിരിക്കും അല്ലേ? എക്സ്ക്യൂസ് മീ. ഇത് അമ്മക്കുട്ടിയമ്മയുടെ കൊച്ചുമോനല്ലോ? അതെ, ഇതുവരെ കരാട്ടയുടെ അസുഖമുള്ളായിരുന്നു, ഇപ്പൊ മറ്റേ അസുഖം തുടങ്ങിയെന്നാ തോന്നുന്നേ. ഇത് അസുഖമൊന്നുമല്ല, അഹങ്കാരമാ. റോഡിൽ നടക്കാൻ സമ്മതിക്കില്ല അച്ഛാ. ഓ, അപ്പോൾ നേരത്തെ പരിചയമുണ്ട്. ഇന്നാളെ ഒരു ദിവസം വല്യേച്ച് ചെരുപ്പൂരാൻ പോയതാ ചേട്ടനെ അടിക്കാൻ. അത് ശരി. ഹലോ ആന്റി, രഹസ്യം പപ്പടം. ഐ എം സുനിൽ, സുനിൽ മേനോൻ. ഞാൻ ആന്റി അങ്കിളിലേക്ക് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നു. എക്സ്ക്യൂസ് മീ, അങ്കിൾ എന്നെ കാത്തിരിക്കും. അങ്കിൾ, ദിസ് ഇസ് സർപ്രൈസിംഗ് വിസിറ്റ്. അവിടെ ഇരിക്കും. ഫാനിന്റെ ചോട്ടിലിരുന്നാൽ തല അല്പം തണുക്കും. നോ നോ നോ, ഐ റെസ്പെക്ട് എൽഡേഴ്സ്. വലിച്ചിട്ടത് ഞാൻ വന്ന കാര്യം പറയാം. വളരെ നല്ലത്. ടെൻഷൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. പ്രിയ എന്നെ അപമാനിച്ചു, ഞാൻ പ്രതികാരം ചെയ്യും. എങ്ങനെ? ഞാൻ പ്രിയ വിവാഹം കഴിക്കും. യു സ്റ്റുപ്പിഡ്. സൂക്ഷിച്ച് സംസാരിക്കണം. പ്രിയ, ഉണ്ടായിരിക്കെ. സുനിൽ എന്നോടല്ലേ സംസാരിക്കുന്നത്? ഇയാൾ വലിയ ശല്യമാണ് അച്ഛാ. നോക്കൂ ആന്റി, ആന്റിയുടെ മകൾ പിന്നെ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു. അങ്കിൾ, പ്രിയ എനിക്ക് വിവാഹം കഴിക്കണം. ഇത്ര നിസ്സാരമായി പറഞ്ഞുറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് വിവാഹം. നിങ്ങൾക്ക് രണ്ടുപേർക്കും വിവാഹപ്രായമായിട്ടില്ല. ഞാൻ വന്നത് നോമിനേഷൻ സമർപ്പിക്കാനാണ്. ഇലക്ഷൻ സാവധാനം നടത്തിയാൽ മതി. എന്റെ ഡാഡിയും മമ്മിയും സിംഗപ്പൂരിൽ നിന്ന് വന്നു കഴിഞ്ഞ് നിശ്ചയം നടത്താം. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. പോട്ടെ. ബൈ. പയ്യൻ അല്പം അധികപ്രസംഗിയാണെങ്കിലും എനിക്ക് പിടിച്ചു. നിനക്കോ? എന്റെ മോൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. ഐ ഡോണ്ട് ലൈക്ക് ഹിം. ഹി ഈസ് ആൻ ഇഡിയറ്റ്. മോളെ, ബുദ്ധിയുള്ള സ്ത്രീകൾ ഇഡിയറ്റ്സിനെ തെരഞ്ഞു കണ്ടുപിടിച്ച് വിവാഹം കഴിക്കും. സംശയമുണ്ടെങ്കിൽ നീ നിന്റെ അമ്മയോട് ചോദിച്ചു നോക്ക്. കൊള്ളാം. ഈ വീട്ടിൽ ഒരു ഇഡിയറ്റേ ഉള്ളൂ, അത് ഞാനാണ്. ഞാനാ ശരിക്കും ഇഡിയറ്റ്. അതുകൊണ്ടല്ലേ എന്നെ ആർക്കും കണ്ടുകൂടാത്തത്. ഓ, തുടങ്ങി. കൊച്ചേച്ചി ഇഡിയറ്റ് തന്നെയാ. എന്ത് പറയുന്നു മിസ് ഇഡിയറ്റ്? നിന്നെ ഞാൻ
ഇഡിയറ്റ് ഇഡിയറ്റ് പ്രൊബേഷൻ ഇഡിയറ്റ്. ഇഡിയറ്റോ? ഞാനല്ലടാ ഇഡിയറ്റ്, നീയാണ്. എന്തിനാ നീ ഇഡിയറ്റ് എന്ന് വിളിക്കുന്നത്? ഇല്ല, ശരി കാലൊടിക്കും. രണ്ടിനെയും ഞാൻ ശരിപ്പെടുത്തും. ഹലോ, അവിടെയോട് എന്റെ തന്തയോട് ഞാൻ ചോദിക്കും. എന്റെ തന്ത ഹരേ ഭഗവാൻ, ഗൺപത് തുമ്പിക്കീഴുള്ള ഭഗവാൻ, എത്ര എത്ര സുന്ദരികളായ സ്ത്രീകളെ നീ സൃഷ്ടിച്ചു. എനിക്ക് മാത്രം കല്യാണം വിധിച്ചിട്ടില്ലേ? ഇല്ലേ? ക്യാ ഭഗവാൻ, ക്യാ? മന്മത, മനസ്സിനെ അടക്ക്. പാപചിന്ത പാടില്ല. ഞാൻ നാശം മൂത്ത് നരച്ച് കെട്ടാക്കാളിയായി നിൽക്കുന്നു. എന്റെ വഴിമുടക്കിയ ദ്രോഹി. അമ്പേ പറയുന്നില്ലല്ലോ. കണ്ണടച്ച് അവിടെ നിന്ന് ധ്യാനിക്കൂ. ദുഷ്ടവിചാരം മനസ്സിൽ നിന്നങ്ങ് പോട്ടെ. ഇവളേതാ? എനിക്കറിയില്ല. അവളുടെ നിപ്പ് കണ്ടാലറിയാം. ഇവളൊരു കേമിയാണ്. അവളുടെ നിപ്പും തൊഴിലും. ഇവളങ്ങളൊക്കെ എന്തിനാ അമ്പലത്തിലേക്ക് വരുന്നത്? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. ഇന്നലെ ഒരുത്തൻ നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നേരിട്ടൊരു കല്യാണാലോചന നടത്തിയല്ലോ. ഞാൻ അവന്റെ മുത്തശ്ശിയാ. മുമ്പ് 1-2 പ്രാവശ്യം ഞാൻ അമ്മയെ കണ്ടിട്ടുണ്ട്. അവൻ ഒരു ബഹളക്കാരന്. പക്ഷെ ആ ബഹളമേ ഉള്ളൂ. ആളൊരു ശുദ്ധനാ. എങ്കിലും നിങ്ങൾക്ക് വിഷമം തോന്നി കാണും. അയ്യോ ഇല്ല, ഞങ്ങൾക്കും അതൊരു തമാശയായിരുന്നു. ആ, അങ്ങനെ തമാശയായി തള്ളണ്ട. സുനിൽ മുറുകെ പിടിച്ചിരിക്കുക. ഞാൻ അങ്ങോട്ട് വരും. നമുക്ക് ആലോചിക്കാം. പ്രിയയുടെ പഠിത്തമൊന്ന് കഴിയട്ടെ. ഇതിനെക്കൊണ്ട് ഞാൻ തോറ്റു. ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ പറയുകയാണ്, ഇനി മേലാളി പെണ്ണുങ്ങൾ നോക്കിയാൽ എന്റെ അനിയനാണെന്ന് നോക്കൂല. അപ്പൊ ഞാൻ നിന്നെ ട്രൂപ്പിൽ നിന്ന് വെളിയിലാക്കും. എന്നാ എന്നെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്ക്. എടാ, നീ കൊച്ചു ചെറുക്കനല്ലേ? നിനക്ക് കല്യാണപ്രായമായോ? ഇല്ല, ഇത് കണ്ടാൽ അറിയാം എനിക്ക് കല്യാണപ്രായം ആയിട്ടാണ്. ചേച്ചി വയസ്സ് 45 വരെ, എനിക്ക് 40. അതൊക്കെ പറ. പതുക്കെ പറയണം. കഴിഞ്ഞ 16 വർഷമായിട്ട് ചേച്ചി 29 വർഷപ്പെട്ടു. പിന്നെ എനിക്ക് പ്രായമാവും. എന്റെ കാര്യം പോക്കല്ലേ. ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചല്ലോ. എനിക്കാകെ പേടിയാവുന്നു. നമ്മളെ കണ്ടാൽ അവർ ഓരോന്നും ചോദിക്കും. അത് ആ സ്ത്രീ തന്നെയാണോ അതോ നിന്റെ വെറും തോന്നലോ? ഇല്ല, അവര് തന്നെ. ക്രൂരമായ ആ മുഖത്തിന് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. നീ വിഷമിക്കാതിരിക്കും. എത്രയെത്ര പരീക്ഷണങ്ങൾ നേരിട്ടവരാണ് നമ്മൾ. ധൈര്യം കൈവിടരുത്. നാരായണ നമസ്തേ. അല്ല, ആരായി വന്നിരിക്കുന്നത്? ഉണ്ണിക്കുട്ടനും ഉണ്ടല്ലോ. കള്ളനായ കണ്ണനുണ്ണി വെണ്ണ കട്ടു തിന്നു. ഇരിക്കും മക്കളെ, സുനിൽ ഇവിടെ ഇല്ല. എവിടെ പോയെന്ന് ചോദിക്കേ. മുത്തശ്ശി എവിടെ പോയെന്നാ ചോദിക്കുക. അത് ചേച്ചിക്ക് തന്നെ അങ്ങ് ചോദിച്ചാലെന്താ? എടാ, മുത്തശ്ശിയുടെ കാര്യം പറ. നാളെ വല്ലിക്കയുടെ പിറന്നാളാ. അതുകൊണ്ട് എല്ലാരും ഉണ്ണാൻ വേണമെന്ന് അമ്മ പറഞ്ഞയച്ചു. ഇവിടെ എല്ലാവരും 2 പേരാ. മുത്തശ്ശിയും ആ സത്യ ചേട്ടനും.
എവിടെയോ പോയിരിക്കുക കസർത്ത് കാട്ടി എല്ലോടിക്കാൻ. കുഞ്ഞിരാമ, ഇവൻ എവിടെ പോയി കിടക്കുക? മക്കൾ ഇരിക്കണേ, മുത്തേക്ക് ഇപ്പൊ കാപ്പിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കാൻ പാടില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ? അവിടെ വയ്ക്ക്. Number 27, physics. Physics, page number 27. നിങ്ങളുടെ ഈ പുതുമകളിലൊന്നും എനിക്കൊരു താല്പര്യവുമില്ല. ആഹാരം കഴിക്കാനാണ് ഞാൻ വന്നത്. വിളമ്പെന്നെങ്കിൽ വിളമ്പ്. അങ്കിളിനെ കണ്ടില്ലല്ലോ. ഇന്ന് തിയേറ്റർ ബിൽഡിങ്ങിന്റെ കോൺക്രീറ്റ് തുടങ്ങുന്ന ദിവസമാ, വരാൻ സ്വല്പം വൈകും. എങ്കിൽ എന്റെ കൊച്ചുമോൻ തന്നെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്. എന്താ മോളെ, നിങ്ങൾ തമ്മിലുള്ള പിണക്കമെല്ലാം തീർന്നു? എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ പറയട്ടെ. എന്തോന്നു? ഫിസിക്സ്. ഫിസിക്സോ? അവന് വട്ടാ. നീ വേണ്ട കേട്ടോ. ഫിസിക്സ്, പേജ് നമ്പർ. നേരെ ഒരുപാടായി, വരൂന്ന് ഇരിക്കാം. നീ എന്താ പറയാ? ഫിസിക്സ് പേജ് നമ്പർ. അത് തന്നെ. വലിയ ആളാവരുത് കേട്ടോ. എന്താണമ്മേ? അവരിങ്ങോട്ടാണല്ലോ വരുന്നത്. അവരിവിടെ വന്നാൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. അവരിവിടെ അടുത്ത് ഡാൻസ് സ്കൂൾ നടത്തുന്ന ടീച്ചറാണമ്മേ. അവരൊരു ചീത്ത സ്ത്രീയാണ്. അവരോട് നമ്മൾ സംസാരിക്കാൻ പാടില്ല മോളെ. കൊച്ചൂട്ട, അവരെന്നെ അന്വേഷിച്ചാൽ വാതിൽ തുറക്കരുത് കേട്ടോ. വാ മോളെ. ഉഷയെ വിളിക്കൂ. നടനം സത്യഭാമ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവളങ്ങ് ഓടി വരും. ഓടി വരാൻ ഇവിടെ ആരും ഇല്ലല്ലോ. ഇല്ലയോ? എവിടെ പോയി? അവരെല്ലാരും കൂടി ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞാൻ അവിടെ ദൂരെ നിന്ന് നോക്കിയപ്പം
അവളിവിടെ നിൽക്കുന്നത് പോലെ തോന്നിയല്ലോ. എന്താ അത് ശബ്ദം? അത് വെറും തോന്നലായിരിക്കും. ആണോ? ഉഷയും അവളുടെ ഭർത്താവും തമ്മിൽ സ്വരുമിപ്പിലാണോ അതോ ദിവസവും തമ്മിൽ തല്ലാണോ? ഇത് അടുക്കളക്കാരനോട് ചോദിക്കേണ്ട ചോദ്യമാണോ? അങ്ങനെ പറ. അപ്പൊ തല്ലും വഴക്കും തന്നെ. ഇതുകൊണ്ടാ മനുഷ്യരായാൽ കല്യാണമേ കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നത്. ചേട്ടാ, നീ കഥകളി പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ കുറേശ്ശെ പഠിച്ചു തുടങ്ങി. നീ ആ കഥ ഒന്ന് തുറക്ക്, ഞാൻ വീടൊക്കെ കാണട്ടെ. അയ്യോ, ഞാനും ഇപ്പൊ പുറത്തോട്ട് പോവുക. എന്നാ പിന്നെ കാണാം. നീ ഒന്ന് തുറക്ക. അടുക്കളക്കാരനെ ഇങ്ങനെ. അപ്പൊ പിന്നെ ആ കൃഷ്ണകുമാർ എന്തൊരു അഹങ്കാരിയായിരിക്കും. ഈ കവം തുറന്നു വെച്ച് അവൻ എന്ത് നഷ്ടം വരാൻ പോകുന്നു? വാടി. നീ എന്തിനാ അവനോട് സംസാരിച്ചത്? ഞങ്ങൾ ഫ്രണ്ട്സാണ്. നിനക്കറിയാമോ, അവനൊരു റൗഡിയാണ്. പെമ്പിള്ളേരെ ചീത്തയാക്കലാണ് അവന്റെ സ്ഥിരം തൊഴിൽ. ചേച്ചിക്ക് മാത്രം എന്തു ആവാം. ഞാൻ എന്ത് ചെയ്താലും തെറ്റ്. യു ആർ ടു സെൽഫിഷ്. ഞാൻ നിന്നോടൊന്നും പറയാൻ വരുന്നില്ല. എന്റെ സ്നേഹം നിനക്ക് മനസ്സിലാവില്ല. പോകും. One, two, three, four. 1, 2, 3, 4. അച്ഛനെ ഇതിന്ന് ശരിയല്ല, ഞാൻ കാണിച്ചതാ. അതോ 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1. കൈ വെക്കൂ, ഈ കൈ വെക്കൂ. കാലി വെക്കൂ, കാലി വെക്കൂ. വീടലൊക്കെ വെക്കൂ, പൊക്കു. സ്വല്പം കൂടി, സ്വല്പം കൂടി, സ്വല്പം കൂടി. അതെ, എനിക്കും കൂടി ഒന്ന് പഠിപ്പിച്ചു തരും മാസ്റ്റർ. നീ പഠിച്ചോടത്തോളം മതി. നീ ചെയ്യുന്നൊക്കെ ശരിയാ, അത്ര മതി. ഇത് ഇതാ. അയ്യോ, മാസ്റ്റർ, ഞങ്ങൾ എന്ത് ചെയ്യണം? പോസ് കൊടുക്കൂ, മുഖം കൂടെ ഇരിക്കൂ. ഒന്ന് നിൽക്കണേ. ഒന്ന് നിൽക്കൂ. ചോക്കരി ചോക്കരി. അതല്ലേ എന്റെ പേര്? പ്രിയ. പ്രിയ, നീ ആ കൃഷ്ണകുമാറിന്റെ മകളല്ലേ? അതെ. ഇങ്ങ് വാ, ഞാൻ നിനക്ക് വേണ്ടപ്പെട്ടവളാ. എനിക്ക് സമയമില്ല. അവർക്ക് സമയമല്ല പോലും. പെട്ടെന്ന് ക്ലാസ് എടുക്കും. ക്ലാസ് എടുക്ക, കുപ്പി എടുക്കരുത്. ചോക്കരി ചോക്കരി ചോക്കരി, ഇവിടെ വരൂ, ഇവിടെ വരൂ. നീയും ആ കൃഷ്ണകുമാറിന്റെ മകളല്ലേ? അതെ. ഇങ്ങ് വാ, ഇങ്ങ് വാ, കേറി വാ. എന്താ കുട്ടി ഈ ചെയ്യുന്നു? ഈ കൈ കൈ കുറിച്ചതാവട്ടെ. കണ്ടോ? അച്ചോ, കുറച്ചു ഒന്ന് പറയൂ. പറഞ്ഞോളൂ, സ്വന്തം ശരീരല്ലോ. എന്താ അത്? ഒറ്റടിച്ചു അവിടെ നോക്ക്, അവിടെ നോക്കിക്ക്. എപ്പോഴും ഇങ്ങോട്ട് നോക്കിക്കള്. പറഞ്ഞോളൂ, വളഞ്ഞോളൂ. അല്ല,
അടിക്കുക 1 2 3 4 1 2 നീ 3 എന്താ പണ്ടങ്ങനെ പെരച്ചാഴി പോലെ നിൽക്കുന്നത്? നീ അടുത്ത് കയറി വാ. ചേച്ചി വാ. ചേച്ചി നല്ല സ്റ്റൂഡന്റ് ബഹുത്ത നല്ല ഷേപ്പ് നീ അത് നല്ല ഷേപ്പ് അകത്ത് പോ. അകത്തോട്ട് പോ. തബല അല്ല ഞാൻ നോക്കിക്കോളാം. പോ. വയസ്സ് 45 ഇനി തബലയും കൂടി വായിക്കണ്ടുള്ളൂ നീ വാ. നിനക്ക് ഉഷയുടെ ചായ കൂടുതൽ. മറ്റവള് അവളുടെ തള്ളയെ പോലെയാ. നിങ്ങൾ ആരുടെ കാര്യം പറയുന്നത്? നിന്റെ ചേച്ചിയുടെ കാര്യം. അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയുടെ മകൾ? ആദ്യത്തെ ഭാര്യയോ? എന്റെ അച്ഛന് ഒരു ഭാര്യയുള്ളൂ, അതെന്റെ അമ്മ. എന്റെ അമ്മയുടെ ആദ്യത്തെ മകളാണ് ചേച്ചി, ഞാൻ രണ്ടാമത്തെ. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് ആർക്കും അക്കാര്യം അറിയാൻ മേല അല്ലേ? ഇടി മണ്ടി, നിന്റെ അച്ഛൻ നേരത്തെ ഒരു കല്യാണം കഴിച്ചതാ. അവൾ കാശ്മീരിലുണ്ട്, എന്റെ കൂട്ടുകാരിയാ. അവിടുന്നാ ഞാൻ വരുന്നത്. അതുകൊണ്ടല്ലേ നിന്റെ അമ്മയ്ക്ക് എന്നെ കണ്ടുകൂടാത്തത്. അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറി വന്നപ്പോ ആളില്ലെന്നും പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു കളഞ്ഞു. കൊച്ചേ, നില്ലടി കൊച്ചേ, ഞാൻ മുഴുവനും പറഞ്ഞില്ല. കൊച്ചേ, ഞാൻ മുഴുവനും പറയുന്നതിന് മുമ്പ് അവളങ്ങ് പോയി. അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മോള്. അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മോള്. അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മോള്. എടാ, പുറപ്പേന്ന് പിടിവിടാണ് പറഞ്ഞത്. ഇതെനിക്കും വലിയ മുറക്കാനുള്ളതാ. വലിയ പേരൊന്നും എഴുതിയിട്ടില്ല, എനിക്ക് വേണം. ഇതേറ്റ് വിട്. എന്റെ പൊന്നു പ്രഭ, ഒന്ന് നിർത്ത്. എന്തൊരു ശല്യമാ ഇത്? ഞാനല്ല ശല്യം, വേറെ ചിലരാ. നീ പറയുന്ന അനുസരിച്ച് ഒരു വക പഠിക്കത്തുമില്ല, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തുമില്ല. ചേച്ചീനെ ഭരിക്കാനൊന്നും വരണ്ട. ഞാൻ എന്റെ അനിയനുമായി വഴക്കൂടും. ആർക്കാ നഷ്ടം? പ്രിയേ, മോളെ ഒന്നിവിടെ വരും. അച്ഛന്റെ സ്ലൈഡ് റൂം കാണുന്നില്ല അത്രേ. ഒന്ന് എടുത്തു കൊടുക്കും മോളെ. വരുന്നമ്മേ. പ്രിയ പ്രിയ പ്രിയ, എല്ലാവർക്കും എന്തിനൊരു പ്രിയ. വല്യേച്ചിക്ക് എന്താ കുറ്റം? കൊച്ചേച്ചി വെറും അസൂയക്കാരിയാ. നീ വല്യേച്ചിനും പറഞ്ഞിരുന്നോ? ഒടുവിൽ നിനക്ക് ഞാനേ കാണൂ. ഓ പിന്നെ, കാറിൽ കയറി കഴിഞ്ഞ് എന്നാ നിന്റെ ചേച്ചിനോട് പറഞ്ഞത്? രവേട്ടിനോട് സംസാരിച്ചതിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അവളോട് പറഞ്ഞേരെ, വേണ്ടി വന്നാൽ ഞാൻ അവളുടെ കയ്യിലും കടന്നു പിടിക്കുമെന്ന്. അയ്യോ വേണ്ട, അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊന്നു കളയും. നിന്റെ അച്ഛനെ അയാളുടെ ബിസിനസ് ചെയ്ത് വിലയ്ക്ക് വാങ്ങാൻ എന്റെ ഒരു വർഷത്തെ പോക്കറ്റ് മണി മതി. അങ്ങനെയൊന്നും പറയരുത്. എന്റെ അച്ഛനെ ഒന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. മോളെ, നിന്റെ ചേച്ചിയെ ഞാൻ വരച്ച വരയിൽ കൊണ്ടുവരും, മനസ്സിലായോ? ആറിവിടെ വര വരയ്ക്കാൻ പോകുന്നു. വരയോ? നിന്റെ നെഞ്ചത്ത് തന്നെ. അതില് സൗകര്യം നിന്നെ ജനിപ്പിച്ചവൻ നെഞ്ചത്ത് വരയ്ക്കുന്നതല്ലേ? വേണ്ട സുനിൽ, വേണ്ട സുനിൽ, ഇവിടെ വെച്ച് ബഹളം ഉണ്ടാക്കരുത്. ആൾക്കാർ കൂടും. പ്രഭേ, അച്ഛന്റെ പേര് ചീത്തയാക്കാൻ തന്നെയാണ് നിന്റെ പുറപ്പാട്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നീ ആരാ എന്നോട് ചോദിക്കാൻ? എന്താടി നീ എന്നെ വിളിച്ചത്? നീ എന്തോ? വാടി ഇവിടെ, ഇവിടെ വാ. ഇന്നെല്ലാം അമ്മയോട് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ കാര്യം. അമ്മയോട് പറയും പോലും. ആരുടെ അമ്മ? നിന്റെ അമ്മയോട് കാര്യം പറയാൻ അങ്ങ് കാശ്മീരിൽ പോണം. എന്റെ അമ്മയുടെ മൂത്ത മകൾ ഞാനാണ്. വലിഞ്ഞു കയറി വന്നവൾ എല്ലാവരും ഭരിക്കുന്നു. ആ സത്യഭാമ ടീച്ചർ എന്നോട് എല്ലാം പറഞ്ഞു. നീ എന്റെ സ്വന്തം ചേച്ചിയൊന്നുമല്ല. നിന്റെ അമ്മ വേറെ, എന്റെ അമ്മ വേറെ. ഞാനാ ഉണ്ണിയുടെ മിനിയുടെ സ്വന്തം ചേച്ചി. ഇനി മുതൽ എന്റെ അമ്മ ഞാൻ പറയുന്നത് കേൾക്കൂ. പ്രിയേ, നിൽക്കൂ. സിഗരറ്റ്? നോ താങ്ക്സ്. സുനിൽ, നമുക്ക് വഴക്ക് വേണ്ട. നിനക്ക് കിട്ടിയ ഭാഗ്യം നമുക്ക് പങ്കിട്ടെടുക്കാം. ഷെയർ, ഐ മീൻ പ്രിയ. യു വിൽ കം ഡൗൺ മൈ ബോയ്. See you.
മോളെ? ഞാൻ അമ്മയുടെ മോളല്ലേ? അമ്മയല്ലേ എന്നെ പ്രസവിച്ചത്? എന്താ മോളെ നീ ഇങ്ങനെ ചോദിക്കുന്നത്? അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോൾ നീയല്ലേ? നിന്നെയല്ലേ ഞാൻ ആദ്യം പ്രസവിച്ചത്? പക്ഷെ പ്രഭ പറയുന്നു ഞാൻ അമ്മയ്ക്ക് ആരുമല്ലെന്ന്. എന്റെ അമ്മ വേറെ ഏതോ സ്ത്രീയാണെന്ന്. ഈ വീട്ടിൽ പ്രതിക്കും ഉണ്ണിക്കും എനിക്കുള്ള സ്ഥാനം എനിക്കില്ലെന്ന്. ഞാൻ അവർക്ക് സ്വന്തം ചേച്ചിയല്ലെന്ന്. അമ്മ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹമെല്ലാം വെറും അഭിനയം മാത്രമാണോ? ഞാൻ വേറൊരു സ്ത്രീയുടെ മോളാണോ? പറയൂ അമ്മേ. എടി, എന്റെ മോളെ നീ എന്നിൽ നിന്ന് അകറ്റുമല്ലേടി? ദ്രോഹി, നിന്നെ ഞാൻ കൊല്ലുവടി. ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. സത്യഭാമ ടീച്ചർ എന്നോട് എല്ലാം പറഞ്ഞു. അച്ഛന് കാശ്മീരിൽ വേറൊരു ഭാര്യയില്ലേ? അവരുടെ മാനല്ലേ ചേച്ചി? പേടിച്ച് പേടിച്ചിട്ട് ഞാൻ നടന്നല്ലോ. എന്റെ പൊന്നു മോളെ, മോളെ, ഈ സംസാരമെല്ലാം കേട്ട് എന്റെ മോൾ അമ്മയെ വെറുക്കല്ലേ. നിന്റെ സ്നേഹം നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ജീവിതമില്ല. എന്റെ പ്രിയ, എനിക്ക് എന്റെ ഭർത്താവിനേക്കാൾ വലുതാണ്. എന്റെ മോൾ അമ്മ പറയുന്ന വിശ്വസിക്കില്ലേ? പറയൂ. ആ നശിച്ച സ്ത്രീ പ്രഭയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ദുഷ്ട എന്റെ മോളോട് പറയുന്നു ഞാനല്ല അവളെ പ്രസവിച്ചതെന്ന്. പ്രിയ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. അവളോട് ഞാൻ കാണിക്കുന്ന സ്നേഹം കള്ളമാണോ? ഞാൻ അവളുടെ അമ്മയല്ലേ? ദൈവമേ, എല്ലാവരും ചേർന്ന് എന്റെ മോളെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകുമോ? മോളെ, എന്റെ മോളെ. ഉഷേ, ഇനി കരഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ മകൾക്ക് 18 വയസ്സ് കഴിഞ്ഞു. സത്യഭാമ പ്രഭയോട് പറഞ്ഞതും പ്രഭ നിന്നോട് പറഞ്ഞതും സത്യമാണ്. നിന്നെ പ്രസവിച്ചത് ഉഷയല്ല. ഉഷേ, ഞാൻ പറഞ്ഞല്ലോ, നാം എന്തും നേരിടാനുള്ള കരുത്ത് സമ്പാദിക്കും. നീ സങ്കടപ്പെട്ടതുകൊണ്ടോ ഈശ്വരനോട് അവലാതിപ്പെട്ടതുകൊണ്ടോ സത്യം സത്യമല്ലാതാകും. സത്യം അഗ്നിയാണ്. എന്നെങ്കിലും ഒരിക്കൽ അത് ആളിക്കത്തും. മറച്ചു വച്ചാൽ അത് മനസ്സിനെ തന്നെ എരിച്ചു കളയും. പ്രിയയോട് എല്ലാം തുറന്നു പറയുന്നു തന്നെയാണ് നല്ലത്. പ്രഭേ, നീ കുട്ടികളെ വിളിച്ചുകൊണ്ടുപോകും. എന്റെ മുമ്പിൽ ഇനി വാ, നമുക്ക് അപ്പുറത്ത് പോയി കളിക്കാം. ഇവിടെ കളിക്കാൻ എന്താ? അച്ഛനും അമ്മയ്ക്കും ദേഷ്യം വന്നിരിക്കുക. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ തല്ലുള്ളൂ. എന്റെ മക്കൾക്കും ഈ നാട്ടുകാർക്കും അറിയാൻ പാടില്ലാത്തൊരു ഭൂതകാലം എനിക്കുണ്ട്. ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എന്റെ ഭൂതകാലം. നിന്റെ അമ്മയൊത്ത് ഞാൻ നയിച്ച എന്റെ ദാമ്പത്യത്തിന്റെ കഥ. ഇങ്ങനൊരവസരം ഒരച്ഛന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തകർന്ന ദാമ്പത്യത്തെപ്പറ്റി അച്ഛൻ മകളോട് പറയുക. ഈ വിഷയത്തിൽ അച്ഛന് പറയാവുന്ന കാര്യത്തിൽ ഒരു പരിധിയുണ്ട്. ഇന്ന് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നിന്റെ ദുഃഖം വർദ്ധിക്കും. ഒരു പക്ഷേ നാളെ നീ എന്നെ കുറ്റവാളിയായി കണ്ടുവെന്നും വരും. എന്റെ അമ്മയെ പറ്റി എനിക്കെല്ലാം അറിയണം. അച്ഛൻ എന്നോടെല്ലാം തുറന്നു പറയണം. പറയാം. മീറ്റ് മിസ്റ്റർ കിഷോമാർ, CPWDയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കിഷോമാർ, 2 വാക്ക് സംസാരിച്ചിട്ട് വേണം പോകാൻ. ക്ഷമിക്കണം, പോകാൻ അല്പം ധൃതിയുണ്ട്. ഞങ്ങളുടെ കലാപരിപാടികളെ കുറിച്ച് ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞിട്ട് പോണം. ശ്രീനഗറിലെ മലയാളികളുടെ കലാപരിപാടികൾ കാണാനാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ നടന്നത് കൈകുട്ടിക്കളിയും കഥകളിയും ഒന്നും അല്ലല്ലോ. കവാലി കേൾക്കാൻ ഇതുപോലൊരു സദസ്സിൽ വരണമെന്നില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. മിസ് ഗംഗയുടെ നൃത്തം നല്ലത് തന്നെ.
പാട്ടും നന്നായിരുന്നു. പക്ഷേ നൃത്തം കേരളീയമായിരുന്നെങ്കിൽ. പാട്ട് മലയാളം, നൃത്തം നോർത്ത് ഇന്ത്യൻ. അച്ഛാ, ഇതല്ലേ യഥാർത്ഥ ഇന്റഗ്രേഷൻ? അപ്പോൾ നിങ്ങളും മലയാളിയാണ്? സംശയമുണ്ടോ? കണ്ടിട്ടെങ്ങനെ തോന്നിയില്ല. അതാണ് എന്റെ പ്രത്യേകത. അച്ഛാ, ആ ഇനി നമ്മൾ തമ്മിൽ പരിചയപ്പെടാം. ഞാനാണ് നടനം സത്യഭാമ. കഴിഞ്ഞ 10 വർഷമായി ഞാൻ കൽക്കട്ടയിലായിരുന്നു. ഗംഗയും ഞാനും ഒരുമിച്ചാണ് കൽക്കട്ട വിട്ടത്. വളരെ നല്ലത്. എല്ലാവർക്കും നന്ദി. വരട്ടെ. അല്ല, പിന്നെ നമസ്കാരം. നമസ്കാരം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഗുഡ് ഈവനിങ് എന്ന് പറയാത്തത്. തികഞ്ഞ മലയാളിയല്ലേ? ഞാനൊരു തികഞ്ഞ ഇന്ത്യക്കാരനാണ്. ഞാനൊന്ന് പറഞ്ഞത് അതിന്റെ ശരിയായ സ്പിരിറ്റിലല്ല നിങ്ങൾ മനസ്സിലാക്കി. അവസരോചിതമല്ലാതെ അവതരിപ്പിക്കപ്പെടുന്ന ഏതൊരു കലാസൃഷ്ടിയും ആകർഷണീയമാവുകയില്ലെന്നേ ഞാനെന്ന് പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അന്നത്തെ എന്റെ നൃത്തം ശരിക്കും ഇഷ്ടായോ? ഗംഗ ഒരു നല്ല നർത്തകിയാണ്. നിങ്ങളുടെ നൃത്തം ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടുണ്ട്. തനിച്ചാണോ? എല്ലായ്പ്പോഴും. ഞാനും. നമസ്കാരം. നമസ്കാരം. ഇന്നും തനിച്ചാണോ? രണ്ടുപേരും. ഒരു ഷിക്കാരയിൽ 2 പേർക്ക് സുഖമായി പോവാം. ഇങ്ങോട്ട് പോരൂ. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാമല്ലോ. ആദ്യം ക്ഷണിച്ചത് ഞാനല്ലേ? ആലോചിക്കട്ടെ. എന്താണ് ഇത്ര ആലോചിക്കാൻ? ഞാനല്ല, ഗംഗയാണ് ആലോചിക്കേണ്ടത്. ചലോ ഭായ്. വിവാഹത്തെക്കുറിച്ച് എനിക്ക് സ്വപ്നങ്ങളെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളെ കണ്ടതിന് ശേഷം ഒരു കലാകാരിയെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. പക്ഷെ ഗംഗ എന്റെ ധാരണകളെ തിരുത്തി. അയ്യോ, അപ്പൊ ഞാൻ നൃത്തം ചെയ്യുന്നത് ഇഷ്ടമല്ലേ? ഗംഗ നൃത്തം തുടരുന്നതിൽ എനിക്ക് വിരോധമില്ല. ഒരു ഭാര്യയുടെ കടമകളെ കുറിച്ച് ബോധമുണ്ടായിരുന്നാൽ മതി. അക്കാര്യത്തിൽ വിഷമിക്കണ്ട. ഞാൻ നല്ലൊരു കുക്കാണ്. എങ്കിൽ വീട്ടിൽ വന്ന് ഉടൻ തന്നെ പാചകം തുടങ്ങും. എനിക്ക് ആരെയും അറിയിക്കാനില്ല, ആരുടെ അനുവാദം വാങ്ങിക്കാനുമില്ല. അച്ഛൻ, അമ്മ അവരെ കണ്ട ഓർമ്മ പോലുമില്ല. അമ്മൂമ്മയാണ് എന്നെ വളർത്തിയത്. അമ്മൂമ്മ മരിച്ചതോടെ വീടുമായുള്ള ബന്ധത്തിന്റെ ഒടുവിലത്തെ കണ്ണിയും മറ്റും. എനിക്ക് ഗംഗ ഭാര്യ മാത്രമായിരിക്കില്ല, എല്ലാം എല്ലാമായിരിക്കും. എനിക്ക് സ്നേഹിക്കാനും എന്നെ തന്നെ സമർപ്പിക്കാനും വേറെ ആരുമില്ല. മധുവിധുവിന്റെ ആദ്യ മാസങ്ങൾ മനോഹരങ്ങളായിരുന്നു. മിക്കവാറും സമയങ്ങളിൽ ഗംഗ വീട്ടിൽ തന്നെ ഉണ്ടാകും. നൃത്തത്തെപ്പറ്റിയും സംഗീതത്തെപ്പറ്റിയും വാചാലമായി സംസാരിക്കും. എന്റെ ജീവിതം പൂർണ്ണമാകുന്നത് പോലെ എനിക്ക് തോന്നി.
എന്താ? എനിക്ക് വല്ലാതെ തല ചുറ്റുന്നു. ഇരിക്കൂ. കുതിരപ്പുറത്ത് കയറിയതുകൊണ്ടാകാം. കൊള്ളാം. 4 മണിക്കൂർ തുടർച്ചയായി ഡാൻസ് ചെയ്തിട്ട് പോലും എനിക്കിങ്ങനെ വന്നിട്ടില്ല. എങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം. എനിക്കൊരു സംശയം. സംശയമോ? അതെ, എന്റെ ഭാര്യ ഒരു അമ്മയാകാൻ പോകുന്നുവെന്ന്. അയ്യോ, ആ തിരുവായി കൊണ്ട് അങ്ങ് ഒന്നും പറഞ്ഞേക്കല്ലേ. പ്രസവിച്ചാൽ എനിക്ക് പെട്ടെന്ന് വയസ്സാവും. ഗംഗേ, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഗർഭിണിയായാൽ എന്റെ ഭംഗി മുഴുവൻ പോകും. എന്റെ ഫാൻസ് എന്നെ കണ്ടാൽ സങ്കടം കൊണ്ട് കണ്ണു പൊത്തിക്കളയും. ഒരു കുട്ടി ഉണ്ടാകേണ്ടത് എന്റെയും നിന്റെയും ആവശ്യമാണ്. അയ്യോ, ഇപ്പൊ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ നർത്തകിയായി അറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹം. പുതിയ തരം നൃത്തങ്ങൾ ഇനിയും എനിക്ക് പഠിക്കണം. എന്റെ നൃത്ത സംഘവുമായി ലോകം മുഴുവൻ യാത്ര ചെയ്യണം. നിങ്ങളും എന്നോടൊപ്പം വരണം. നമുക്ക് നൃത്ത പരിപാടികളിലൂടെ നിറയെ പണം സമ്പാദിക്കണം. ശ്രീനഗറിലും ഡൽഹിയിലും ബോംബെയിലും ഓരോ ഡാൻസ് സ്കൂൾ, എല്ലാ സുഖവാസ സ്ഥലങ്ങളിലും സ്വന്തം കോട്ടേജ്. ഇതൊക്കെയാണ് എന്റെ സ്വപ്നം. നീ നൃത്തം ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനമേ തോന്നിയിട്ടുള്ളൂ. കലയോടുള്ള നിന്റെ ആവേശം ഇല്ലാതാക്കണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ നീ ആഗ്രഹിക്കുന്നത് ഒരു വലിയ കലാകാരിയാകാനല്ല, വലിയ പണക്കാരിയാകാനാണ്. അങ്ങനാണെങ്കിൽ തന്നെ അതിലെന്താ തെറ്റ്? നീ നിന്റെ സ്വപ്നങ്ങളെ കുറിച്ച് പറഞ്ഞു, ഞാൻ എന്റെ സ്വപ്നങ്ങളെ കുറിച്ച് പറയാം. അവ വളരെ ലളിതമാണ്. സ്വന്തമായി ഒരു കൊച്ചു വീട്, 2 കുട്ടികൾ, നിന്നെപ്പോലൊരു മകൾ, എന്നെപ്പോലൊരു മകൾ. നമ്മൾ കേരളത്തിലേക്ക് മടങ്ങും. ഞാൻ ചെറിയ തോതിൽ സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങും. മതി, നിർത്തൂ. എനിക്ക് വീണ്ടും തലചുറ്റുന്നു. നമുക്ക് വേഗം മടങ്ങാം. ഉടനെ തന്നെ ഡോക്ടറെ കാണാം. ഇനി കരഞ്ഞിട്ട് എന്താ ഫലം? പ്രേമത്തിന്റെ അസുഖം തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, എടുത്ത് ചാടരുതെന്ന്. സംഭവിച്ചു പോയില്ലേ? ഈ സ്ഥിതിയിൽ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമോ? എന്നാലൊരു കാലക്കേട് നോക്കണേ. എത്ര പെട്ടെന്നാണ് ഓരോന്ന് മാറി മറിയുന്നത്. ദേശായി സാബ് ജപ്പാനിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഏറ്റതേ ഉള്ളൂ. സിംഗപ്പൂർ ആർട്സ് അക്കാദമി കത്തായ ടെലിഗ്രാം താറായ. അവർ റെസ്റ്റ് എടുക്കട്ടെ. ശരിയാണ്, ഗംഗ റെസ്റ്റ് എടുക്കട്ടെ. ആ നേഴ്സ് ഇവിടെ ഉണ്ടാവല്ലോ, ഞാനും ഇവിടെ ഉണ്ടാവും. ചേച്ചി പോക്കോ. ഇന്നത്തേക്ക് മാത്രമല്ല, ഇനി മരണം വരെ റെസ്റ്റ് തന്നെ. എങ്ങേ ഞങ്ങൾ പോട്ടെ. നിന്റെ വിധി, അല്ലാതെ എന്തു പറയാനാ? സത്യം പറയൂ ഭാമ ചേച്ചി, എന്റെ വയറ്റത്ത് ഒത്തിരി പാടുണ്ടോ? ഈശ്വര, എന്ത് ഭംഗിയായിരുന്നു നിന്റെ വയറിന്. ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആലില പോലെ ഇരുന്നൊരു വയറ് നീ ഒരുത്തി കാലം അടിയടി അടിയടി. അല്ലേ നമുക്ക് റിഹേഴ്സൽ തുടങ്ങണം. കൂടുതൽ വാശിയോടെ എനിക്ക് രംഗത്ത് തിരിച്ചു വരണം. ഫോറിൻ ടൂർ പോകണമെങ്കിൽ പുതിയ ഐറ്റംസ് കൂടി വേണമെന്നാണ് ദേശായി സാബ് പറയുന്നത്. ഒരു കേബറേ സ്റ്റൈൽ.
കിടന്നോടി. പാത്രമൊക്കെ മഴയ്ക്ക് വെച്ചിട്ടാണോ പള്ളിയിറക്കത്തിൽ എഴുന്നള്ളിയത്? എല്ലാ ജോലിയും കഴിഞ്ഞു അമ്മായി. അർദ്ധരാത്രിക്ക് അതും പറഞ്ഞ് ജനലിന്റെ അടുത്ത് നോക്കി ഒരു നിപ്പുണ്ട്. ഞാനിതൊന്നും കാണുന്നില്ലെന്ന് കരുതണ്ട. ശാന്തമ്മേ, എന്താ ഇത്? വന്ന് കിടക്കൂ. എന്നെ ആരും പിടിച്ചോണ്ട് പോയല്ലേ മനുഷ്യ. ദാ വരുന്നു. എന്തിനാ മുഖം വീർപ്പിക്കുന്നത്? ഞാൻ നിരൂപിക്കാനൊന്നുമല്ല പോയത്. പിന്നെ ഡാൻസ് റിഹേഴ്സലിലാണ്. ഒന്ന് പതുക്കെ പറയടി. എന്റെ ദാമ്പത്യ സുഖം ഞാൻ മാത്രം അറിഞ്ഞാ പോരെ? അയൽക്കാരെ കൂടി അറിയിക്കണം. നിങ്ങളുടെ ജീവിത സുഖത്തിന് വേണ്ടി എന്റെ സൗന്ദര്യത്തിന്റെ പാടിയും നശിപ്പിച്ചില്ലേ? സൗന്ദര്യം സൗന്ദര്യം സൗന്ദര്യം. നീ ആരാ? ഉർവശിയോ അതോ മേനകയോ? ഞാൻ നിശബ്ദനായി ഒതുങ്ങുന്നത് തീരുവായതുകൊണ്ടല്ല, നിന്നെ മര്യാദ പഠിപ്പിക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടുമല്ല. കുഞ്ഞു കരയുന്ന മുലപ്പാലിന് വേണ്ടിയാണ്. ആ വേഷമൊക്കെ മാറ്റി സ്ത്രീയെ പോലെ പോയി കുഞ്ഞിന് മുല കൊടുത്തു. കുഞ്ഞിന് കൊടുക്കാൻ ഫയറക്സും ലാക്ടോജനും ഉണ്ട്. അത് പോരാ, നമ്മുടെ കുഞ്ഞിന്റെ ഇൻഡസ്ട്രി വളരെ വീക്കാണ്. 1 വയസ്സ് വരെ മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞില്ല, നിങ്ങൾ പറയിച്ചു. എന്റെ സൗന്ദര്യത്തോട് നിങ്ങൾക്ക് അസൂയയാണ്. അത് നശിപ്പിക്കാൻ ഓരോ മാർഗം കണ്ടുപിടിക്കുകയാണ്. കുഞ്ഞിന് മുല കൊടുക്കടി, പോയി കുഞ്ഞിനെ എടുക്കാൻ. പേടിപ്പിക്കരുത്. നിങ്ങൾ എന്നെ അടിച്ചു. യു ഓൺകൾച്ചർഡ് ബ്രൂട്ട്. ഞാൻ എല്ലാം നശിപ്പിക്കും. ഉഷേ, എടി ഉഷേ. വേഗം കാപ്പി ഇടറി. പാല് കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നു. ഫ്ലാസ്കിൽ കാപ്പി ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. എങ്കിൽ നീ വേഗം കുളിച്ച് ആ നല്ല സാരി എടുത്തുകൊടുക്ക്. നമുക്ക് ആ ഫിലിപ്പിന്റെ വീട് വരെ ഒന്ന് പോണം. അവിടെ സ്വിറ്റ്സർലൻഡുകാരനൊരു കോടീശ്വരൻ വന്നിട്ടുണ്ട്. അങ്ങേർക്ക് കർണാടക സംഗീതം കേൾക്കണമെന്ന്. ഞാൻ നിന്നെ കൊണ്ടുചെല്ലാമെന്ന് ഏറ്റു. ഞാൻ വരുന്നില്ല അമ്മായി. അവർ നല്ല ആൾക്കാരല്ല. എന്ന് നീയാണോട് തീരുമാനിക്കുന്നത്? അധികം വിളക്കെടുക്കല്ലോ എന്നെ. പറയുന്ന പോലെ കേട്ടാ മതി. ശാന്തമ്മേ, എന്നാ അവൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് അവളെ എന്തിനു കൊണ്ടുപോകുന്നു? ഇങ്ങനെ കുമുകുമാന്ന് ചുരുട്ട് വലിച്ച് തള്ളാനും കൊച്ചാനന്തരവർക്കും അമ്മാവനും മൂക്കും മുട്ട തിന്നാനും ശമ്പളം കിട്ടുന്ന 3.5 ചക്രം പോരാ. പറഞ്ഞു കേട്ടില്ലേ? വേഗം റെഡിയാവണം. ഫിലിപ്പിന്റെ വീട്ടിലേക്ക് എന്തായാലും ഞാനില്ല. എന്നെ അതിന് നിർബന്ധിക്കുകയും വേണ്ട. എന്ത് പറഞ്ഞേ? ആ വീണ എനിക്ക് ദേവിയെ പോലെയാണ്. ഇവിടെ അമ്മാവിന്റെ അനന്തരവളായിട്ടല്ല, അടുക്കളക്കാരിയായിട്ടാണ് ഞാൻ കഴിയുന്നത്. എന്റെ ആഹാരത്തിന് വേണ്ടി ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ട്. വീണ കയ്യിലെടുത്ത് വിദേശികൾ താമസിക്കുന്ന ഹോട്ടലുകൾ തോറും കയറി ഇറങ്ങാൻ എന്തായാലും എനിക്ക് വയ്യ. പ്രിയക്ക് ലേശം ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു. നീ ഇന്ന് റിഹേഴ്സലിന് പോണ്ട. എനിക്ക് പോയാൽ മതിയാവും. നൈറ്റിന്റെ പ്രോഗ്രാം ഉണ്ട്. അവൾക്ക് പനി കൂടിയാലോ? നിങ്ങൾക്ക് ലീവ് എടുത്തൂടെ? വെറുതെ പല്ലിയടിച്ച് പൊട്ടിക്കണ്ട. ടൂറിസ്റ്റിന് വേണ്ടി അറേഞ്ച് ചെയ്ത പ്രോഗ്രാമാണ്. എനിക്ക് പോണം. എനിക്ക് ഇൻസ്പെക്ഷൻ ഉള്ള ദിവസമാണ്. ലീവ് എടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. ചെറിയ പനിയുണ്ടെന്ന് വെച്ച് കുഞ്ഞ് മരിച്ചു പോകില്ല. സ്റ്റോപ്പ് ഇറ്റ്. നിനക്ക് ആട്ടമല്ലേ മുഖ്യം? അത് നടക്കട്ടെ. बच्चे बीमार है, ख्याल रखना जी।
ശ്വാസം നിന്നു പോകും തോന്നി. വളരെ നന്ദി. എവിടെ പോയിരുന്നേ? അങ്ങേ വീട്ടില്. എന്തിന്? ഈ നിമിഷം വരെ എന്നെ കണ്ടാൽ ആ മനുഷ്യൻ ഒരു ഗുഡ് മോർണിംഗ് പോലും പറഞ്ഞിട്ടില്ല. നീ എന്തിനാണ് പോയി? കുട്ടി കരഞ്ഞു. കുറെ നേരമായിട്ടും കരച്ചിൽ നിർത്തിയില്ല. എനിക്ക് പേടി തോന്നി. പേടിയോ? കൃഷ്ണകുമാറിന് നാളോ മാനം കെട്ട ഏതോ അരവരാതിയിൽ എനിക്ക് കുട്ടി കരഞ്ഞത് നിനക്കെന്ത് നഷ്ടം? അതോ വീണയെ നിർത്തണ്ട് അവന്റെ പുറകെ പോകാൻ വല്ല പ്രാണമുണ്ടോ? അമ്മായി അസഭ്യം പറയാതിരിക്കും ശാന്തമ്മ. 20 കൊല്ലമായല്ലേ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇനി ചാകുന്നത് വരെ ഇത് കേട്ടേ പറ്റൂ. Hello? Yes, speaking. എന്താണ് സർവീസ്? ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നടത്തുന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ്. അവിടെ നീ പ്രസവിച്ച കുഞ്ഞ് മരണവുമായി പോരാടുന്നു.
ഇവിടെ നീ പണമുണ്ടാക്കാൻ വേണ്ടി ആഭാസ നൃത്തം ചെയ്യുന്നു. ഡാൻസിങ് എന്റെ തൊഴിലാണ്. തൊഴിൽ? നിന്റെ ശരീരം പൊതുപ്രദർശനത്തിന് വെക്കാനുള്ളതല്ല. ഇത് ഡാൻസ് അല്ല, നഗ്നതാണ്ഡവമാണ്. എനിക്ക് വേഷം മാറ്റണം. എന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല. ഇനി പ്രോഗ്രാം വീട്ടിൽ ചെന്നിട്ട് എന്നെ അവമാനിക്കാനാണോ ഭാവം? അപമാനിയാകാൻ എന്ത് ബാക്കിയിരിക്കുന്നു? മാഡം, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ്. ദയവേത് നിങ്ങൾ പോകും. ഞാൻ പോകാം, പക്ഷെ നീ എന്നോടൊപ്പം വരും ഈ നിമിഷം. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് ഹെർ. ഗെറ്റ് ഔട്ട്. വേഗം. ഞാനൊരു തെറ്റ് ചെയ്തു. സംസ്കാരമില്ലാത്ത ഒരു പുരുഷനെ വിവാഹം കഴിച്ചു. ആ തെറ്റ് ഞാൻ തന്നെ തിരുത്തുന്നു. ഒരിക്കൽ ഈ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരാമെന്ന് നീ വ്യാമോഹിക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ മോളെ ഓർത്തെങ്കിലും പിടിവാശി കാണിക്കരുത്. ഒരു നല്ല ഭാര്യ അമ്മയുമായി നിനക്ക് നിന്നെ മാറ്റിയെടുക്കാൻ ഇനിയും സമയമുണ്ട്. നിങ്ങളുടെ പടി കയറാൻ എന്റെ നിഴൽ പോലും വരില്ല. നിങ്ങളുടെ കുട്ടിയെ എനിക്ക് ആവശ്യമില്ല. അവളെ നിങ്ങൾ തന്നെ വളർത്തിക്കൊള്ളൂ. എനിക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. ഐ വാണ്ട് എ ലീഗൽ ഡൈവേഴ്സ്. എന്റെ അഡ്വക്കേറ്റ് നിങ്ങളെ കാണും. നേർവഴി കണ്ടെത്താൻ അവൾ ശ്രമിച്ചില്ല. രണ്ടാമത്തെ വഴിയാണ് നിന്റെ അമ്മ സ്വീകരിച്ചത്. സൂട്ട് കേസും എടുത്തുകൊണ്ട് ആ പാതിരാത്രിയിൽ അവൾ വീട് വിട്ടിറങ്ങി പോകുന്നത് ഞാൻ നോക്കിയിരുന്നു. ഒന്നും അറിയാത്ത നീ എന്റെ മാറോട് അമർന്നിരുന്ന മയങ്ങി. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. അവൾ വക്കീൽ മുഖാന്തരം വിവാഹമോചനത്തിന് എനിക്ക് നോട്ടീസ് അയച്ചു. ഞാൻ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. നിന്റെ അസുഖം വീണ്ടും കൂടി. ഞാൻ ഓഫീസിൽ പോകാതായി. നിർത്താതെയുള്ള നിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ എല്ലാ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഉഷ ഓടിയെത്തുമായിരുന്നു. ഉഷയെടുത്ത് ഓമനിക്കുമ്പോൾ നീ കരച്ചിൽ നിർത്തും. നേരം വളരെ ഉഷ പൊയ്ക്കോളൂ. ഞാൻ വിളിക്കുന്നിടത്തേക്ക് നിനക്ക് വരാൻ വയ്യ. ഭാര്യയെ ഉപേക്ഷിച്ച് എന്തിനും തയ്യാറായി നിൽക്കുന്ന ആ എന്തിനാന്റെ ബെഡ്റൂമിലേക്ക് പോകാൻ നിനക്കൊരു മടിയില്ല. കൊച്ചിനെ കാണാനാണെന്നൊരു ചിന്നാരവും പറയും. അമ്മായി എന്നെ അടിച്ചോ? എന്നാലും പ്രിയമോളെ പറ്റി ഇത്തരം ക്രൂരമായ വാക്കുകൾ പറയരുത്. ഓ പ്രിയമോള്, നീയാണോ അവളെ പറ്റത്? എടിയാണോന്ന്? അങ്ങനെ നീ പിടിക്കുകയാണ്ട. എന്നും കുന്നും തോക്കേടും പിടിച്ച് കിടക്കുന്ന ആ കൊച്ച എന്നായാലും ചാവും. അത് കഴിയുമ്പോ നീ എന്തോന്നും പറഞ്ഞ അവിടെ പോകുന്നത്? കൊന്നുകളെ ഞാൻ. ഈ മുതലക്കണ്ണിന് മതിയാക്കി അടുക്കളയിലോട്ട് കയറണം. അമ്മാവൻ അമൃതത്ത് കഴിക്കാൻ ഏമ്പക്കം വിട്ടു തുടങ്ങി. നിങ്ങളുടെ അസുഖം എങ്ങനെയുണ്ട്? നല്ലതുപോലെ കുറഞ്ഞു. ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടാണ് വരുന്നത്. പ്രിയമോളെവിടെ? വാ. 2-3 ദിവസമായി മോളെ കണ്ടിട്ട്. വീട്ടിൽ ഒരുപാട് ജോലിയാ. എനിക്കെല്ലാം അറിയാം. ഞാൻ വരട്ടെ. അങ്ങേർക്ക് അവളോട് സംസാരിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് സംസാരിച്ചാ പോരെ? അപ്പൊ അതല്ല, എന്റെ ഗംഗയെ പറഞ്ഞു പറ്റിച്ച് കല്യാണം കഴിച്ചതുപോലെ ഉഷയും ചതിക്കണം. അതാണ് നോട്ടം. സംജ, അവളിങ്ങി വരട്ടെ. റോഡിൽ വെച്ചും തുടങ്ങിയോ സല്ലാപം? ഞാൻ പറയാമല്ലോ, കലാകാരിയാണോ? കല്യാണത്തെ പറ്റി ചിന്തിക്കരുത്. വീണയും കയ്യിലെടുത്ത് ഉഷയിരിക്കുന്ന ആ ഇരിപ്പിനെ കിട്ടും
രൂപ. പിന്നെ വീണയും കൂടെ വായിച്ച് പാട്ട് പാടിയാലുള്ള കഥ പറയണോ? ഷോ, ഈ മൂദേവി അത് ചെയ്യുന്നില്ലല്ലോ. നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത് കൃഷ്ണകുമാറിന്റെ ഭാര്യയാണ്. ഭാര്യ ആയിരുന്നവളാണോ എന്ന് ചോദിക്കണം. അല്ല, എനിക്ക് നിങ്ങളെ പരിചയമുള്ള കാര്യം പോലും ഗംഗയ്ക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. ഓ, അനന്തരവളെ പറ്റി പറഞ്ഞതിന്റെ ഒരു ദണ്ണം മോദി വലിച്ചു കയറ്റിയത്. ഉഷ, എന്തു പറ്റി? അവരെനിക്ക് തന്ന ഒടുവിലത്തെ സമ്മാനം. ഉഷ ഇങ്ങനെ ഇവിടെ ഈ രാത്രിയിൽ? എന്നോട് ഇറങ്ങിപ്പോവാൻ പറയരുത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ഞാൻ തീർച്ചയായും ആത്മഹത്യ ചെയ്തു പോകും. മരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. എനിക്കും ഒരു ജീവിതം വേണം. പ്രിയമോളെ ലാളിച്ച് ഒരു വേലക്കാരിയായി ഞാനിവിടെ കഴിഞ്ഞോളാം. ഈ വീട്ടിൽ ഒരു പുതിയ ജോലിക്കാരിയുടെ ആവശ്യമില്ല. എനിക്കൊരു രണ്ടാം ഭാര്യ ആവശ്യമുണ്ടെന്ന് ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല. പക്ഷേ എന്റെ പ്രിയമോൾക്കൊരമ്മ കൂടിയേ തീരും. ഉഷയേക്കാൾ നല്ലൊരമ്മയെ എന്റെ മോൾക്ക് കിട്ടും. നമ്മളിവിടെ എന്തിനാണ് വന്നതെന്ന് ഉഷയ്ക്കറിയാമോ? ചേട്ടൻ വിളിച്ചു, ഞാൻ വന്നു. ഒരു ദുഃഖം ആഘോഷിക്കാനാണ് നമ്മളിവിടെ വന്നത്. ദുഃഖം എങ്ങനെ ആഘോഷിക്കുക? ഈയിടെയായി ഞാനത് പരിശീലിച്ചു വരികയാണ്. ഓരോ പരാജയവും ഓരോ ആഘോഷമാക്കി മാറ്റുക. എന്താണ് ഉണ്ടായത്? എന്നെ ഉദ്യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, വെറും 3 മാസത്തേക്ക്. ദൈവമേ. ഡിപ്പാർട്ട്മെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മോൾക്ക് സുഖമില്ലാതെ വന്നപ്പോഴെല്ലാം ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. ശമ്പളത്തോടെ, പാതി ശമ്പളത്തിൽ, ശമ്പളമില്ലാതെ. പോരെങ്കിൽ എന്റെ സ്വഭാവശുദ്ധിയും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതെങ്ങനെ? ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തു? എന്റെ ആദ്യ ഭാര്യയും നിന്റെ അമ്മാവനുമാണ് പരാതിക്കാർ. എങ്ങനെയുണ്ട്? ആഘോഷമെന്ന് പറയുന്നത് കരച്ചിലല്ല, ചിരിയാണ്. ഏതായാലും ഞാൻ വന്ന സമയം കൊള്ളാം. വല്ലാത്ത ഭാഗ്യം. പക്ഷേ നിനക്കറിയാം, കൊച്ചു കൊച്ചു ദുഃഖങ്ങളിൽ നിന്നാണ് വലിയ വലിയ ഭാഗ്യങ്ങൾ ജനിക്കുന്നത്. നമ്മളിനി എന്ത് ചെയ്യും? ഞാൻ ഉദ്യോഗം രാജിവെക്കും. പിന്നെ നമ്മൾ നാട്ടിലേക്ക് മടങ്ങും. ഞാൻ കാശ്മീരിൽ വെച്ച് പ്രേമവിവാഹം കഴിച്ചു എന്ന് മാത്രമേ നാട്ടുകാർക്ക് അറിയാവൂ. ആ പെണ്ണാണ് ഉഷ. മനസ്സിലായി? നീ പ്രസവിച്ച കുഞ്ഞാണ് എന്റെ പ്രിയമ്മ, നിന്റെ സ്വന്തം മകൾ. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഉഷ നിന്റെ സ്വന്തം അമ്മയാണ്. അവൾ ഏറ്റവും കൂടുതൽ ചിരിച്ചതും
ഏറ്റവും കൂടുതൽ കരഞ്ഞതും നിനക്ക് വേണ്ടിയാണ്. എന്റെ മോളെ, നീ എന്നെ ഒരു രണ്ടാനമ്മയായി കരുതരുതേ. അമ്മയുടെ സ്നേഹത്തെ പറ്റി എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും അമ്മ എന്റെ സ്വന്തം അമ്മയല്ലെന്ന് ഓർക്കുമ്പോ എന്റെ നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നുന്നു. അവര് ചീത്ത സ്ത്രീയായിരിക്കാം, അച്ഛനവരോട് വെറുപ്പായിരിക്കാം, പക്ഷേ അവരല്ലേ എന്റെ സ്വന്തം അമ്മ. 18 കൊല്ലം ഞാൻ നിനക്ക് തന്ന സ്നേഹത്തെക്കാൾ വലുതാണോ സ്വന്തം എന്ന വാക്ക്? അതെ അമ്മേ, സ്വന്തം എന്ന വാക്കിന്റെ വില വളരെ വലുതാണ്. എന്നെ പ്രസവിച്ച സ്ത്രീ എത്ര ചീത്തയായിരുന്നാലും അവരാണ് എന്റെ അമ്മ. അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗമല്ലേ ഞാൻ. നീ എന്തിനു കരയുന്നു? പ്രിയ പറഞ്ഞത് സത്യമല്ലേ? ഗംഗ അവളുടെ പെറ്റമ്മയും നീ അവളുടെ വളർത്തമ്മയുമാണ്. അപ്പൊ ഞാൻ വരെ രണ്ടാനമ്മ അല്ലേ? സത്യം ഒരു സത്യം, എവിടെയാണ് സത്യം? നിന്റെ ഈ ദുഃഖം തന്നെയാണ് ഏറ്റവും വലിയ സത്യം. ഇന്നല്ലെങ്കിൽ നാളെ പ്രിയയും ഇത് മനസ്സിലാക്കും. അതുവരെ എല്ലാം സഹിച്ചേ പറ്റൂ. വലിയച്ഛ എന്തിനാ കരയുന്നത്? വെറുതെ വെറുതെ കരയുന്ന ഭ്രാന്തന്മാരാണെന്നല്ലേ വലിയച്ഛ എന്ന് പറഞ്ഞത്? അച്ഛനും അമ്മയും വലിയച്ഛനും കൂടെ എന്തോന്നാ പറഞ്ഞത്? അതൊന്നും കുട്ടികൾ അറിയണ്ട. ഉണ്ണി കിടന്നുറങ്ങും. വലിയച്ഛക്ക് എന്താ ഇന്നും മാത്രമേ ഒരു പവർ? ഉണ്ണി നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടാതെ കിടക്കാൻ? വലിയ ആളാണെങ്കിൽ തനിച്ചു കിടന്നു, ഞാൻ താഴെ പോയി കിടന്നോളാം. ഉണ്ണി, നിനക്ക് താഴെ കിടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. വാ, കൊച്ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കിടന്നു. വാ ഉണ്ണി. എന്താ ഉണ്ണി? എനിക്ക് വലിയച്ചിയുടെ മണമാണ് ഇഷ്ടം. നിങ്ങൾക്ക് എന്റെ അമ്മയെ അറിയാമെന്ന് പ്രഭ പറഞ്ഞു. എനിക്ക് എന്റെ അമ്മയൊന്ന് കാണിച്ചു തരുമോ? നിന്റെ അമ്മയുടെ എത്ര ഫോട്ടോസാ എന്റെ കയ്യിലുള്ളത്? നീ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി എന്റെ ആൽബം എടുത്തോണ്ട് വരാം. ഇതാ, ഈ ആൽബം മുഴുവനും ഗംഗയുടെ ഫോട്ടോസാണ്. ചെറുപ്പത്തിലെ അവൾ എങ്ങനെ ഇരുന്നെന്ന് അറിയാമോ? എന്തൊരു മുഖം, എന്തൊരു മൂമെന്റ്. കണ്ടോ കണ്ടോ, നിന്റെ മുഖം ആകെ അങ്ങ് മാറി. ഇതാണ് മായ. വെറുതെയാണോ പറയുന്നത്? 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാകില്ലെന്ന്. എടാ ചെറുക്ക, മര്യാദക്കെന്നീലേ ഞാനൊരു കുത്തുവെച്ച് തരും. പട്ടി വലിയ ചെയ്ത് കേട്ടോ, എന്നെ പട്ടിയെന്ന് വിളിക്കുന്നു. സാരമില്ല ഉണ്ണി, നിന്റെ സ്വന്തം ചേച്ചിയല്ലേ, നീ പ്രഭ പറയുന്ന അനുസരിക്കണം. എന്റെ ചേച്ചി വലിയച്ച, ഇതെങ്ങോട്ട് പറഞ്ഞ മൂഷട്ടെ? അത് ഞാനാ ഉണ്ണി. പ്രിയേ, എന്താ മോളെ എണീറ്റത്? ഊണ് കഴിക്കുന്നില്ലേ? എനിക്ക് തീരെ വിശപ്പില്ലമ്മേ. എനിക്ക് നല്ലതുപോലെ വിശക്കുന്നു. നീ ചോറ് വിളമ്പ്.
എന്താ മോളെ? എനിക്ക് എന്റെ അമ്മയെ കാണാൻ കൊതിയാവുന്നു. നീ എന്തിനു കരയുന്നു? അവൾ കിടന്ന ഗർഭപാത്രം അവൾ അന്വേഷിക്കുന്നു. അതിലെന്താ തെറ്റ്? ഗർഭപാത്രത്തിന് മാത്രമേ വിലയുള്ളൂ. പൊട്ടിത്തകരുന്ന ഈ ഹൃദയത്തിന് ഒരു വിലയുമില്ലേ? ഉണ്ട്. ഒരു വാടക വീടിനുള്ള വില നിന്റെ ഹൃദയത്തിനുണ്ട്. എന്റെ മകൾ വാടക വീട് ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കും. അല്ലേ മോളെ? അമ്മേ, അമ്മയുടെ സ്നേഹം എനിക്കറിയാം. എങ്കിലും നിനക്ക് നിന്റെ അമ്മയെ കാണും. നീ ഒരു നല്ല മകളാണ്. നിന്നെ പ്രസവിച്ച സ്ത്രീ ഒരു നല്ല അമ്മയാണോ എന്ന് അറിയാനുള്ള അവകാശം നിനക്കുള്ളതാണ്. നിനക്ക് ശ്രീനഗറിലേക്ക് പോകാം. പക്ഷെ ഞാൻ കൂടി വരുമെന്ന് നീ പ്രതീക്ഷിക്കണം. ഞാൻ തനിച്ചു പോയിക്കോളാം. അമ്മയുടെ ഇപ്പോഴത്തെ അഡ്രസ് സത്യഭാമ ടീച്ചർക്കറിയാം. ഞാൻ ചെല്ലുന്ന വിവരത്തിന് ഒരു ടെലിഗ്രാം അടിച്ചാൽ അമ്മ എയർപോർട്ടിൽ കാത്തിരിക്കും. നീ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? ഞാൻ നിനക്ക് ആരുമല്ലാതെയായി. ഉഷേ, ഇങ്ങനെയല്ല നീ അവളെ യാത്ര അയക്കേണ്ടത്. അവൾ തനിച്ചു പോയതുകൊണ്ട് യാതൊരു കുഴപ്പവും വരാനില്ല. മദ്രാസിൽ നിന്ന് പ്ലെയിനിൽ പുറപ്പെട്ടാൽ 4 മണിക്കൂർ കൊണ്ട് ശ്രീനഗറിലെത്തും. നീ വീട് ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ല. ഞാൻ എന്റെ അമ്മയുടെ അടുത്തേക്കല്ലേ പോകുന്നത്? നിന്റെ അമ്മ 18 വർഷം അവരെവിടെയായിരുന്നു? ഒരിക്കലെങ്കിലും ഈ മകളെ കാണാൻ അവർ ആഗ്രഹിച്ചിട്ടുണ്ടോ? എനിക്ക് എന്റെ അമ്മയെ കാണണം. ഞാൻ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവിടെ ചെന്നു കഴിഞ്ഞ് സുനിലിനെ പറ്റി ഞാൻ എന്റെ അമ്മയോട് പറയും. നീ എവിടെ ഉണ്ടെങ്കിലും ഞാൻ ഓടി വരും. അത് വേറെ കാര്യം. ഞാൻ വരട്ടെ. പ്രിയ, wish you a happy trip to Kashmir. താങ്ക് യു. Oh. കാശ്മീർ. പ്രിയയ്ക്ക് അവളുടെ അമ്മയെ അറിഞ്ഞുകൂടാ. പക്ഷെ എന്റെ ആദ്യ ഭാര്യയെ എനിക്ക് നല്ലതുപോലെ അറിയാം. പ്രിയ തനിച്ചാണ് കാശ്മീരിലേക്ക് പോകുന്നത് എന്നാണ് അവൾ ധരിച്ചിരിക്കുന്നത്. പക്ഷെ അവൾ പുറപ്പെടുന്നതിന് മുമ്പ് സുനിൽ ശ്രീനഗറിലേക്ക് പുറപ്പെടണം. ഞാനും. അതെ, എന്റെ മകളുടെ ഭാവി സുനിലിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്കറിയാം. അവളുടെ സുഖദുഃഖങ്ങൾ പങ്കിടാനുള്ള അവകാശം ഞാൻ സുനിലിന് തരും. അങ്കിൾ, നീ പ്രിയയെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം, അവൾ അറിയാതെ. എന്തിനാ മുന്നേറ്റം ഇതിനകത്ത് ഉറുമ പിടിച്ചിട്ടത്? സമയം പോകാണ്ടിരിക്കാൻ, ഇല്ലെങ്കിൽ വലിയ വേഗം പോയില്ലേ?
from Madras? Yes, I am Priya. Hello. Come in. Amma vidille. She was busy, so she could not come to the airport. Hello. हाँ, अभी आया. ठीक है. Okay, madam. Come on. I shall take you to your room. How is your room? നമ്മൾ ഇതിനകത്തിട്ടിരുന്ന് കട്ടറുമ്പ് പോയി. Hello, my honey. Oh, you are grown up like hell. അമ്മേ, എന്റെ മകൾ സുന്ദരിയാണ്. Come on. ആ മനുഷ്യൻ നിന്നെ എന്റെ അടുത്തേക്ക് അയക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. Anyway, I am glad that you are here. ഇരിക്കും. അച്ഛൻ സമ്മതിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ, ഇപ്പോൾ നിനക്ക് വിവാഹപ്രായമായില്ലേ? പണച്ചിലവുണ്ട്, സാരമില്ല. ഐ ആം റിച്ച്. എന്റെ സമ്പാദ്യത്തിലൊരു പങ്ക് ഞാൻ നിനക്ക് തരും. അമ്മേ, ഞാൻ പണത്തിനൊന്നുമല്ല വന്നത്. എന്റെ അമ്മയെ കാണാൻ മാത്രമാണ്. അതെനിക്കറിയാം. ഓ, ഇറ്റ് ഈസ് ടൈം. ഐ ആം വെരി സോറി പ്രിയ. ഞാൻ ഇന്ന് വളരെ ബിസിയാണ്. വീണ്ടും പുറത്തേക്ക് പോകും. വരാൻ വളരെ വൈകും. നീ ഡിന്നർ നേരത്തെ കഴിച്ച് കിടന്നുറങ്ങിക്കൊള്ളൂ. ടേക്ക് റെസ്റ്റ്. ബി അറ്റ് ഹോം. ഉണ്ണി, ചോറ് വിളമ്പി വെച്ചിട്ട് എത്ര നേരമായി? എഴുന്നേൽക്ക്. വലിയ ചോര, എനിക്ക് ചോറ് വേണ്ട. വലിയച്ഛ വന്നിട്ട് നീ കുറെ ഉണ്ണും. എഴുന്നേൽക്കടാ. എനിക്ക് വേണ്ട. നിന്റെ ഒരു വലിയച്ഛ, അവളെല്ലാം ഇട്ടെറിഞ്ഞ് അവളുടെ പാട്ടിന് പോയില്ലേ? പക്ഷേ നീയും ഒരു കുഞ്ഞായി മാറുകയാണ്. എനിക്ക് മരിക്കാൻ തോന്നുന്നു. ഈ പിള്ളേരുടെ ദുഃഖം എനിക്ക് കാണാൻ വയ്യ. അമ്മ ഇവനെന്റെ മുട്ട എടുത്തു. നീ വേറൊരെണ്ണം എടുത്തോ. വേണ്ട, എനിക്ക് അത് തന്നെ വേണം. എന്താ പ്രഭേദ, എന്തിനു നിനക്ക് എപ്പോഴും ഇത്ര വാശി? എന്നാ നീയും തിന്നണ്ട. ആ ചൂടിലൂടെ കൊണ്ടോ. അച്ഛാ, ഇനി അവര് വഴക്കിടില്ല. ഇപ്പോഴത്തേക്ക് അവർക്ക് മാപ്പ് കൊടുക്കണം. आप नहीं खाते? Why are you not eating?
ഞാൻ വലിച്ചിട്ട് വെള്ളി ഞൊട്ടെടുത്തേ. ഒരു ഞൊട്ട വീണ ഒരു ചോക്ലേറ്റ്. അത് വളരെ കൂടുതലാ. 2 ഞൊട്ടയ്ക്ക് ഒരു ചോക്ലേറ്റ്, അത് ന്യായം. ശരി. 1 2 3. മതി മതി മതി, എന്റെ പേരിൽ വേദന എടുക്കുന്നു. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? സുഖമില്ലേ? എനിക്ക് നാളെ അമ്പലത്തിലൊന്ന് പോയാൽ കൊള്ളാമായിരുന്നു. കാശ്മീരിൽ കാണാൻ എന്തെല്ലാം കാഴ്ചകളുണ്ട്. നിനക്ക് കാറെടുത്ത് പോയിക്കൂടെ? ഷാലിമാർ ഗാർഡൻ, കശ്മ ഷാഹി, നിഷാദ്. 55 കിലോമീറ്റർ അകലെയാണ് ഗുൽമാർഗ്. മനോഹരമായ സ്ഥലം. വേനൽക്കാലത്തും മഞ്ഞുറഞ്ഞു കിടക്കുന്ന സോനമാർഗ്. അങ്ങനെ എത്രയെത്ര സ്ഥലങ്ങൾ. അവിടെ ഒന്നും നിനക്ക് പോകണ്ടേ? ആദ്യം അമ്പലത്തിൽ പോയാൽ മതി. നിന്നെ നിന്റെ അച്ഛൻ ഒരു വീട്ടുമൃഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അടുത്താണ് ശങ്കരാചാര്യ കേസ്. പണ്ട് ആദിശങ്കരൻ വന്ന സ്ഥലം. അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. നാളെ സമയമുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകാം. ഇതാണ് ശങ്കരാചാര്യ ക്ഷേത്രം. നീ പോയി തൊഴുതിട്ട് വാ. ഈ പടികേറി കിട്ടുന്ന പുണ്യം എനിക്ക് വേണ്ട.
ഹലോ പ്രിയ. ആത്മഹത്യ ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല ഇത്. വാ, നമുക്ക് ജീവിക്കാൻ നോക്കാം. മാറി നിൽക്ക്. നീ ഇവിടെയും വന്നോ? എന്ത് ചെയ്യാം? ഉടുമ്പിന്റെ വർഗമാണ്. പിടിച്ചാൽ പിടിപെടില്ല. വാ. ഓക്കെ, കാരി ഓൺ. നീ ഏത് ഹോട്ടലാണ് താമസിക്കുന്നത്? ഹോട്ടൽ ബുളിവാർഡ്. ഹോട്ടലിലേക്ക് തനിച്ച് പോവോ അതോ ഞാൻ കൊണ്ടുവരണോ? നോ താങ്ക് യു, ദാറ്റ്സ് ഫൈൻ. ഞാൻ തനിച്ചു വെക്കോളാം. ആ, പ്രിയെ നോക്ക്. പ്രിയ, 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 പ്രിയ.
എന്താണിത്? കരയത് പ്രിയ, വരൂ, നമുക്ക് ഇന്ന് എന്റെ നാട്ടിലേക്ക് മടങ്ങാം. എനിക്കിനി ഏത് നാട്? ഞാൻ അങ്ങോട്ടും വരുന്നില്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്കിനി ജീവിക്കണ്ട. ഏറ്റവും വലിയ സ്നേഹത്തെ തട്ടിയെറിഞ്ഞ് ഓടിപ്പോന്നവളാണ് ഞാൻ. ഇനി എന്റെ അമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഉണ്ണി പോലും എന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയെന്നിരിക്കും. ഇല്ല, ഏതായാലും ഞാൻ ഇനി നാട്ടിലേക്കില്ല. നിന്റെ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ നിന്നെ ഒരിക്കലും വെറുക്കാനാവില്ല. നീ തിരിച്ചു ചെല്ലുമെന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം. നിന്റെ അച്ഛൻ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ടാണ് നീ അറിയാതെ എന്നെ നേരത്തെ ഇങ്ങോട്ട് അയച്ചത്. വാശി പിടിക്കാതെ വരൂ. ഇല്ല, ഞാൻ വരുന്നില്ല. പ്രിയ, ഞാൻ വരുന്നില്ല. നാരായണ വരൂ. എന്നെ വിടൂ. പ്രിയ, വരേ. വിട്. പ്രിയ, അവിടെ നിൽക്കണോ? വിടൂ. എന്നെ വിടൂ. അനുസരിക്കും പ്രിയ. പ്രിയ, ഞാൻ വരുന്നില്ല. പ്രിയ, ആരാണ് വന്നത്? എന്നെ വിടാൻ. പ്രിയ. നോക്കൂ, എല്ലാ മുറികളിലും വിളക്കെരിയുന്നു. നിനക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. മടങ്ങി വരാതിരിക്കാൻ നിനക്ക് കഴിയില്ലെന്ന് അവർക്കറിയാം. ചെല്ല. എന്റെ പൊന്നു മോളെ, എന്റെ പൊന്നു മോളെ. നീ പോയതിൽ പിന്നെ ഉണ്ണി ശരിക്കും ആഹാരം പോലും കഴിച്ചിട്ടില്ല. നീ പോയി അവനൊന്ന് ആശ്വസിപ്പിക്ക. വേണ്ട, എന്നെ തൊടണ്ട. വല്യേച്ചി പൊയ്ക്കോ, കാശ്മീരിലോട്ട് തന്നെ പൊയ്ക്കോ. എനിക്കാരും വേണ്ട, എന്നെ ഇട്ടേച്ച് പൊയ്ക്കോ. വല്യേച്ചിയോട് ക്ഷമിക്കും മോനെ. ഇനി ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും പോയില്ല. എന്റെ അമ്മയെ വിട്ട്, എന്റെ ഉണ്ണിയെ വിട്ട് ഞാൻ എങ്ങോട്ട് പോവാൻ?
ആ